ഇടയ്ക്കെങ്ങാണ്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിങ്ങ് സർവീസ് റോഡിൽ കൂടെ പോയാൽ മതി, എനിക്ക് ഹൈവേ കയറി ഫുൾ സ്പീഡ് അടിച്ച് പോകണ്ട. സർവീസ് റോഡിൽ പറഞ്ഞിട്ടുണ്ട്, എവിടെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് കിട്ടി. അപ്പോൾ ഈ സർവീസ് റോഡിൽ പോയി 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 അവസാനം പ്രൊഡ്യൂസറായി, ഹൈവേയിലെത്തി. ഒരു മൂവി സർവീസ് റോഡിലെ പ്രൊഡ്യൂസറായിട്ട് കണ്ടോ? അതെന്താണ്, ലീഡ് റോൾ ചെയ്തു, ക്യാരക്ടർ റോൾ ചെയ്തു, വില്ലൻ റോൾ ചെയ്തു, ഉള്ള റോൾസ് എല്ലാം ചെയ്തു കഴിഞ്ഞു, പ്രൊഡ്യൂസറുമായി. But why is this reluctance to own this space, Sharpu? Own that space, no, man. This is the weirdest interview I've had. എന്തോ ഇപ്പോഴും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടിയുള്ള മാതിരി തോന്നുന്നു. എന്താണ്? അങ്ങനെയില്ല, ഞാൻ എല്ലാവരും ഇവിടെ യുനോ പീപ്പിൾ PR മെഷീനറി ഓവർ ഡ്രൈവ് ഉള്ളിടത്ത് ഒരാൾ അണ്ടർ പ്ലേ ചെയ്യാണ് കണ്ടിന്യൂസ്. അയ്യോ, അണ്ടർ പ്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പിടിച്ചിരിക്കുന്ന ഐറ്റം ഒന്നുമില്ല, ഞാൻ മലപ്പുറം പിടിച്ചേക്കുന്ന ഐറ്റം ഒന്നുമില്ല. എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു സിനിമ തിയേറ്ററിൽ വലിയ എന്താ പറയുക, വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വൈകുന്നേരം പതിവ് പോലെ തന്നെ ഇറങ്ങി പോവും, ചായ കുടിച്ച് കൂട്ടുകാരുടെ തുറത്താനൊക്കെ പറഞ്ഞ് നിങ്ങൾ വരും. നിങ്ങളുടെ ഒരു പടം അങ്ങനെ വർക്കായി അന്നത്തെ ദിവസം മുതൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് എന്ത് ഗ്രിപ്പാന്ന് എനിക്ക് മനസ്സിലാവാറ് കൂടിയില്ല എന്ന് പറയാം. അതാണ് ശരിക്കും എനിക്ക് എന്നെക്കുറിച്ച് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പടം വർക്കായാൽ ഞാൻ കുറച്ചും കൂടി ഈ സംഭവത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇച്ചിരി കൂടി ഞാൻ വരത്തൻ ഹീറ്റായിട്ട് ഒരാഴ്ച ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്തുകൊണ്ട് അറിയില്ല, അഞ്ചാം പാതിരയ്ക്ക് ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. അഞ്ചാം പാതിരയുടെ ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഞാൻ എൻ്റെ ടീംമേറ്റിനോട് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് അഞ്ചാം പാതിരയുടെ ക്യാരക്ടറാണ്, അത് അടിപൊളി ക്യാരക്ടറാണെന്ന് പറഞ്ഞത്. ഞാൻ മിസ് ചെയ്ത മൂവിയാണ്. ആണല്ലേ? ഞാനത് മിസ് ചെയ്ത തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് കേട്ടിട്ടുണ്ട്, പോയി കണ്ടിട്ടില്ല. എനിക്ക് പറ്റിയ ഒരു അബദ്ധങ്ങളിലൊന്നാണത്. ഞാൻ അഞ്ചാം പാതിര തിയേറ്ററിൽ കണ്ടില്ല. എനിക്ക് ഈ അടുത്ത കാലത്ത് തോന്നിയൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ പോകണം. നമ്മുടെ സിനിമ വർക്കാണ്, ആൾക്കാർ ക്ലാപ്പ് ചെയ്യുകയാണെങ്കിലോ ആൾക്കാർ വിസിലടിക്കുകയാണെങ്കിലോ നമ്മളത് പോയി കാണണം. നമുക്കത് ആ ഫുൾ ക്രൗഡിൻ്റെ കൂടെ നമ്മൾ പോയിരുന്ന് കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അതിൻ്റെ പോസിറ്റീവായിട്ട് ഭയങ്കര എനർജി കിട്ടും. അത് മാത്രമല്ല, നമ്മളൊരു തിയേറ്ററിൽ കാണുമ്പോഴല്ലേ അതിൻ്റെ ഫുൾ ഫോം ഓഫ് ദാറ്റ് ആർട്ട്, അതിൻ്റെ എക്സ്പ്രഷൻ കാണും. അതെ, ഡെഫിനറ്റ്ലി. രണ്ടാമത് എൻ്റെ സിനിമകളുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ആ പ്രശ്നമുള്ളൂ. എൻ്റെ സിനിമ ബാക്കി എല്ലാം ഒരു പടം ഞാൻ മിസ് ചെയ്യാറില്ല. എനിക്ക് ഏറ്റവും ഈയിടയ്ക്ക് കണ്ട ഏതെങ്കിലും സിനിമ, അത് ഇംഗ്ലീഷും ആവാം കേട്ടോ, മലയാളം പറയാൻ മടിയാണെങ്കിൽ, ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത സിനിമ ഏതാണ് ഷർഫിന്? അതൊരു ആക്ടിങ് എന്ന ഇതിലാവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആവാം, ഡിറക്ഷൻ ആണെങ്കിൽ. ഈ അടുത്ത് ലബ്ബർ പന്ത് എന്ന് പറയുന്ന പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. അനാറ്റമി ഓഫ് എ ഫോൾ കണ്ടായിരുന്നു? അനാറ്റമി ഓഫ് എ ഫോൾ കണ്ടില്ല, പക്ഷെ ഞാൻ സൊസൈറ്റി ഓഫ് ദി സ്നോ കണ്ടായിരുന്നു. അത് നെറ്റ്ഫ്ലിക്സിൽ, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമയാണ്. അത് സൊസൈറ്റി ഓഫ് ദി സ്നോ ഭയങ്കര വർക്കായ സിനിമയാണ്. അനാറ്റമി ഓഫ് എ ഫോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ട്, ഞാൻ പിന്നെ കുറേ സിനിമകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഭയങ്കര സെറ്റ് ചെയ്തിരുന്ന് കാണാൻ വേണ്ടി. ഈ എഴുത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, പത്മരാജനെ കുറിച്ച് ഒരു ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ വെള്ളപ്പൊക്കത്തിൽ പോയി ഞാൻ മിനിയാന്ന് വീട്ടിൽ പോയപ്പോഴും ഞാൻ മേളിലൊക്കെ കയറി അതിൻ്റെ അതിൻ്റെ ഇടയിൽ പോയി നോക്കി. ഞാൻ അത് കിട്ടിയില്ല, എനിക്കത് നഷ്ടപ്പെട്ടോ? എനിക്കൊന്ന് ഫ്ലഡിൽ പോയിട്ടുണ്ടോ. അത് അടിപൊളി ഡയറി ആയിരുന്നു. അത് ആക്ച്വലി കമൽ സാർ അതിൻ്റെ താഴെ സൈനൊക്കെ ചെയ്തത്. കമൽ സാറിനായിട്ട് താൻ എഴുതിയാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അനുഭവിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഇനി പ്രൊഡ്യൂസറിൻ്റെ റോളിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു റോൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു റോൾ ഫിലിമിൽ എടുക്കുകയാണെങ്കിൽ, അത് ഡയറക്ഷൻ ആയിരിക്കും? ചെയ്യുമായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മടിയാണോ അതോ എൻ്റെ കോൺഫിഡൻസ് കുറവാണോ എന്ന് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല. How can you be so not confident? അങ്ങനെ പറഞ്ഞ ഈ ഇത്രയും സിനിമകൾ ചെയ്ത് എത്ര 40 സിനിമയായി ഷാർഫു, 37 ആയിരുന്നു മധുര മനോഹര മോഹൻ. അപ്പൊ ഇപ്പൊ 40 സിനിമയിൽ കൂടുതലായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം?